നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്താണ് ബ്രഹ്മചര്യം? ഇന്ന് ഇതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അനേകം കോഴ്സും അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളും ധാരാളം ലഭിക്കും. അതിലെല്ലാത്തിലും നമ്മുടെ ഭൗതിക നേട്ടങ്ങളെ പറ്റിയുള്ള, അതായത് ശാരീരികമായ നേട്ടങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളായിരിക്കും കൂടുതൽ ലഭിക്കുക. ശരീരത്തിന് ശക്തി വർദ്ധിക്കും, സ്റ്റാമിന വർദ്ധിക്കും, മുഖത്ത് തിളക്കമുണ്ടാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ബ്രഹ്മചര്യത്തെ ശരീരവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതായി കൂടുതൽ കാണാം. വാസ്തവത്തിൽ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ബ്രഹ്മചര്യത്തെ പറ്റിയുള്ള വിവരണങ്ങളിൽ ശരീരപുഷ്ടിയെ പറ്റിയുള്ള കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. പകരം ബ്രഹ്മചര്യ പാലനത്തിലൂടെ ലഭിക്കുന്ന ആത്മീയ ഊർജങ്ങളെ പറ്റിയാണ്. ഈ ആത്മീയ ഊർജത്തെ പ്രയോജനമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പൗരാണിക ഗ്രന്ഥങ്ങൾ പറയുന്നത്. അത് ഏത് പദ്ധതിയിലൂടെ ആയാലും ശരി, അത് പതഞ്ജലി മഹർഷിയുടെ രാജയോഗ പദ്ധതിയിലൂടെ ആയാലും, ഭക്തിയോഗ പദ്ധതിയിലൂടെ ആയാലും, ഹഠയോഗ പദ്ധതിയിലൂടെ ആയാലും ശരി, എവിടെയും ഫലം ലഭിക്കണമെങ്കിൽ ബ്രഹ്മചര്യ പാലനത്തിലൂടെ ലഭിക്കുന്ന ഊർജം തന്നെയാണ് വേണ്ടത്. ബ്രഹ്മചര്യ പാലനത്തിലൂടെ ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഹഠയോഗത്തിലൂടെ കുണ്ഡലിനി ശക്തിയെ ഉണർത്താനാവൂ. ബ്രഹ്മചര്യ പാലനത്തിലൂടെ ലഭിക്കുന്ന ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ രാജയോഗത്തിലൂടെ ധാരണ, ധ്യാനം, അതുപോലെ സമാധിയിൽ എത്തിച്ചേരാനാവൂ. ബ്രഹ്മചര്യ പാലനത്തിലൂടെ ലഭിച്ച ഊർജത്തിലൂടെ മാത്രമേ ജീവിക്ക് പരമാത്മാവിനോട് ചേരുവാനും കഴിയുകയുള്ളൂ. അതായത് ബ്രഹ്മചര്യ പാലനത്തിലൂടെ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. മനസ്സിലാകുന്ന ഭാഷയിൽ അല്പം പറഞ്ഞാൽ, ബ്രഹ്മചര്യ പാലനത്തിലൂടെ ലഭിക്കുന്ന ഊർജം നമ്മുടെ ശരീരശക്തിയല്ല പ്രദാനം ചെയ്യുന്നത്, സങ്കല്പശക്തിയാണ് പ്രദാനം ചെയ്യുന്നത്. എന്താണ് ഈ സങ്കല്പശക്തി? ആഗ്രഹവും ശക്തിയും ചേരുമ്പോൾ സങ്കല്പം ഉണ്ടാകുന്നു. അതായത് എന്തെങ്കിലും നേടണമെങ്കിൽ ആഗ്രഹമുണ്ടായിരിക്കണം, അതിനോടൊപ്പം ശക്തിയും ഉണ്ടായിരിക്കണം. ഈ സങ്കല്പശക്തിയുടെ പിൻബലമാണ് ബ്രഹ്മചര്യം. ഏതൊരു സിദ്ധി പ്രാപ്തമാക്കാൻ ശ്രമിച്ചാലും അത് ആര് തന്നെയായാലും ബ്രഹ്മചര്യ പാലനം നിർബന്ധമാണ്. ഞാൻ ഒരു ശുദ്ധാത്മാവാണ് എന്ന ലക്ഷ്യം നിരന്തരം ലക്ഷ്യമിടുക എന്നതാണ് പരമമായ ബ്രഹ്മചര്യത്തിന്റെ അർത്ഥം. ശുദ്ധമായ ആത്മാവിനുള്ളിൽ ജീവിക്കുക എന്നതാണ് യഥാർത്ഥ ബ്രഹ്മചര്യം. ബ്രഹ്മചര്യത്തിൽ മനസ്സിലോ വാക്കിലോ ശരീരത്തിലോ ഇന്ദ്രിയ അഭിലാഷങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയോ അഥവാ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യണം. ഇതിൽ നിങ്ങൾ വിവാഹിതനാണോ അല്ലയോ എന്നത് പ്രസക്തമല്ല. ഈ സാഹചര്യത്തിൽ ബ്രഹ്മചര്യമാണ് ദ്രവ്യത്തിന്റെ മൂല്യം. നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതും എല്ലാം ബ്രഹ്മചര്യമാണ്. ഈ ബ്രഹ്മചര്യത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടാൽ ആത്മസാക്ഷാത്കാരം ബുദ്ധിമുട്ടായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മചര്യം എന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ആത്മീയ പരിശീലനമെന്ന് പറയുന്നത്. ബ്രഹ്മചര്യ പാലനം ചെയ്തു തുടങ്ങി എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ ഫലത്തെ അറിയാനാകും? ഇതാണ് ബ്രഹ്മചര്യത്തിന്റെ ഗുണങ്ങൾ അറിഞ്ഞ് അതിനെ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആദ്യ ചോദ്യം, അല്ലേ? ഇതിനുത്തരം എഴുതപ്പെട്ട വാക്കുകൾ പോലെ എടുത്തു പറയാനാകുന്ന ഒന്നല്ല. കാരണം വ്യക്തി തന്റെ ജീവിതത്തിലുടനീളം തന്റെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടായി വന്ന ശുക്രാണുവിനെ എത്ര പാഴാക്കി കളഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ബ്രഹ്മചര്യം പാലിക്കാൻ ആഗ്രഹിക്കുന്നവർ കേവലം ലൈംഗികപരമായ കാര്യങ്ങളിൽ നിന്ന് മാത്രം മാറി നിന്നാൽ പോരാ. പിന്നെയോ മനസ്സും വചനവും കർമ്മവും ശുദ്ധമാക്കിയിരിക്കണം. അതായത് മോശമായ വിചാരങ്ങൾ വരാൻ പാടില്ല. അത് വ്യക്തിപരമായാലും
അതുപോലെ ആരോടും മോശമായി പെരുമാറാൻ പാടില്ല, അതായത് സംസാരിക്കാൻ പാടില്ല. ധാർമ്മികപരമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അതായത് ബ്രഹ്മചര്യം എന്നത് ലൈംഗിക വിചാരങ്ങളിൽ നിന്നും മാത്രം മാറി നിന്നാൽ മതിയാകുന്ന ഒന്നല്ല. ഒരു വ്യക്തി 41 ദിവസം ബ്രഹ്മചര്യം പാലിച്ചാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നും 90 ദിവസമാകുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങളെ പറ്റിയെല്ലാം മുമ്പ് പറഞ്ഞിരുന്നു. ബ്രഹ്മചര്യം നിർബന്ധപൂർവമല്ലാതെ, അതായത് അനായാസം പാലിക്കുന്ന വ്യക്തിക്ക് വളരെ വേഗം ഇതിന്റെ ഫലം കാണാനാകും. ബ്രഹ്മചര്യം പാലിക്കുന്ന വ്യക്തിക്ക് അവരറിയാതെ ലഭിക്കുന്ന ഗുണങ്ങളിൽ ചിലതാണ് ബുദ്ധി വികാസവും ഓർമ്മശക്തി വർധനയും. ഏതിനെയും ഒരു തവണ ഗ്രഹിച്ചാൽ, അതായത് ഒരു തവണ വായിച്ചാൽ അത് പിന്നീട് വായിക്കേണ്ട ആവശ്യം വരില്ല. അത് മനസ്സിൽ ഉറയ്ക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അനാവശ്യമായ രോഗങ്ങൾ ആ വ്യക്തിയെ കീഴ്പ്പെടുത്തുകയില്ല. മുഖത്ത് തിളക്കം വർദ്ധിക്കുന്നു. അതും ഒരു തരത്തിലുള്ള സൗന്ദര്യ വസ്തുക്കളുടെയും പ്രയോഗം ചെയ്യാതെ തന്നെ. ഗുളിക പോലെ അഥവാ ആഹാരം പോലെ നിത്യവും വീര്യനാശം ചെയ്ത വ്യക്തിക്ക് അയാൾക്ക് ഏകദേശം 30 വയസ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് 1 വർഷത്തേക്കെങ്കിലും വീര്യനാശം ചെയ്യാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും മേൽപ്പറഞ്ഞ സവിശേഷതകൾ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം ചെയ്യുന്ന ധ്യാനവും മന്ത്രസാധനയും അയാളെ സാധാരണക്കാരിൽ നിന്നും അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി മാറ്റും. തീർച്ച. ശ്രീ ശങ്കരാചാര്യൻ, ശ്രീ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ മഹത് വ്യക്തികൾ ജീവിതത്തിൽ അസാധാരണമായ നേട്ടങ്ങളും നേടിയിട്ടുണ്ട്. പ്രത്യേകമായ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ആളുകൾ ഇത് അവരുടെ ബ്രഹ്മചര്യ പാലനമായി ബന്ധപ്പെടുത്തുന്നത് കേട്ടു കാണുമല്ലോ. ബ്രഹ്മചര്യം മനസ്സിനും ശരീരത്തിനും ആത്മാവിനും അഗാധമായ ഗുണങ്ങൾ നൽകുന്ന ഒരു ആത്മീയ ശിക്ഷണമാണ് എന്ന് വേണം പറയാൻ. ആയുർവേദ പാരമ്പര്യത്തിൽ ഓജസ് എന്നറിയപ്പെടുന്ന സുപ്രധാന ഊർജ സംരക്ഷണം ബ്രഹ്മചര്യത്തിന്റെ ഒരു പ്രധാന വശമാണ്. ഈ പരിശീലനം ലൈംഗിക ഊർജത്തെ ഉയർന്ന ആത്മീയ ഊർജമാക്കി മാറ്റുകയും വഴിതിരിച്ചു വിടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തലച്ചോറിന് വളരെയധികം ഊർജവും ശക്തിയും ഉണ്ടെന്നും അതിനെ പരിപോഷിക്കുന്നതിന് ബ്രഹ്മചര്യം എന്ന അച്ചടക്കം അത്യന്താപേക്ഷിതമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു. ഏതൊരു ദിവ്യശക്തി നേടണമെങ്കിലും ഉയർന്ന വ്യക്തിത്വം നേടണമെങ്കിലും കഠിനമായ സങ്കല്പശക്തി ഉണ്ടായിരിക്കണം. അതിന് ബ്രഹ്മചര്യമല്ലാതെ മറ്റൊന്നും തുണയ്ക്കുകയില്ല. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.